ഹായ് everyone, വെൽക്കം ടു ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയ്ക്ക വെച്ചിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. ചപ്പാത്തി കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മുരിങ്ങയ്ക്ക വെച്ചുള്ള സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 3 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, പിന്നെ ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസിൽ കടായി വെക്കുക. കടായി ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞത്. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളി നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ടൊമാറ്റോ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റുക. 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഇനി ഇത് ഓപ്പൺ ചെയ്യാം. ഇനി ഇതിൽ മസാല ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതൊരു മിനിറ്റ് ചൂടാക്കുക. എന്നിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ്. ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിങ്ങനെ മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇനി 10 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കാം. കാരണം ഇവിടെ നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മുരിങ്ങയ്ക്ക വെച്ചിട്ടുള്ള കറി. ഇത് ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടി വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.